ഹോണസ്റ്റ് മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഭാഷയെക്കുറിച്ചും ഭാഷ എങ്ങനെയാണ് പെട്ടെന്ന് സ്വായത്തമാക്കുകയും പഠിക്കുകയും ചെയ്യുക എന്നുള്ളതും, അതുപോലെ പെട്ടെന്ന് തന്നെ ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടെക്നിക്കുകളുമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഭാഷ പഠിച്ചു വരുന്ന ചെറിയ കുട്ടികളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഭാഷയെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും അതിൻ്റെ ലാംഗ്വേജ് സ്കിൽസാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അത് 4 എണ്ണമാണുള്ളത്. ഒന്ന് ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. അതായത് നമ്മൾ കേൾക്കുക, സംസാരിക്കുക, വായിക്കുക, എഴുതുക. ഈ 4 സ്കില്ലിലൂടെയാണ് ഒരു ഭാഷ ശരിക്കും നമ്മൾ പഠിച്ചെടുക്കുന്നത്. ഇതിൽ തന്നെ 2 രീതിയിലാണ് നമ്മൾ ഭാഷയെ പഠിക്കുന്നത്. ഒന്ന് സംസാര ഭാഷ പഠിക്കലും, രണ്ടാമത്തേതായിട്ട് എഴുത്തും വായനയും പഠിക്കുക എന്നുള്ളതും. സംസാര ഭാഷ പഠിക്കുക എന്നുള്ളത് നമ്മൾ സംസാരം കേട്ട് മനസ്സിലാക്കി അത് ഉപയോഗത്തിലൂടെ നമ്മൾ ആർജിച്ചെടുക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ മാതൃഭാഷ പഠിച്ച പോലെ, അതുപോലെ തന്നെ നമ്മൾ ഗൾഫിൽ പോയാൽ അറബി സംസാരിക്കാൻ പഠിക്കുന്നത് പോലെ. പക്ഷെ അവർക്ക് ചിലപ്പോൾ എഴുതാനോ അതുപോലെ വായിക്കാനോ കഴിയണമെന്നില്ല. പക്ഷെ സംസാരിക്കാനുള്ള ശേഷി ഉണ്ടാവും, കേട്ടാൽ മനസ്സിലാവും. ഇതാണ് സംസാര ഭാഷ പഠിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിന് ലിസണിങ്ങും സ്പീക്കിങ്ങുമാണ് പ്രധാനമായിട്ടും ആവശ്യം വരുന്നത്. പിന്നെ എഴുത്തും വായനയും പഠിക്കുക എന്നുള്ളത് നമ്മൾ ആൽഫബറ്റ് പഠിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ വാക്കുകൾ പഠിച്ച് അതിലൂടെ ആൽഫബറ്റ് പഠിച്ച് കൂട്ടി വായന അതുപോലെ തന്നെ അങ്ങനെ പഠിക്കുന്നതാണ്. രണ്ടാമത്തെ രീതിയാണ് എഴുത്തും വായനയും പഠിക്കുക എന്നുള്ളത്. അത് നമ്മൾ പരമ്പരാഗതമായിട്ടും അതുപോലെ തന്നെ സ്കൂളുകളിൽ മദ്രസകളിലൊക്കെ പഠിച്ചു വരുന്ന ഒരു സിസ്റ്റത്തിലൂടെ നമ്മൾ ആർജിച്ചെടുക്കുന്നു. ഇത് ആൽഫബറ്റ് പഠിച്ചതിന് ശേഷം നമ്മൾ വാക്കുകൾ പഠിക്കുകയോ അല്ലെങ്കിൽ വാക്കുകൾ പഠിക്കുന്നതിലൂടെ നമ്മൾ ആൽഫബറ്റിനെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇതിൽ തന്നെ കുട്ടികൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാവാൻ വളരെ ചാൻസ് കൂടുതലാണ്. കാരണം പുതിയൊരു ഭാഷ പഠിക്കുക എന്നുള്ളത് വലിയ ഒരു കാര്യം തന്നെയാണ്. പുതിയ സംസ്കാരത്തെ പരിചയപ്പെടുക കൂടിയാണ് പുതിയൊരു ഭാഷ പഠിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ മറ്റു പ്രത്യേകതകളും ഒരു ഭാഷ പഠിക്കുന്നതിലൂടെ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ എഴുത്തും വായനയും പഠിക്കുക എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. അതിന് പുറമെ തന്നെ നമുക്ക് ചിലർക്ക് ലേണിംഗ് ഡിസബിലിറ്റീസ്, അതായത് പഠന വൈകല്യങ്ങൾ കുട്ടികളിൽ കണ്ടുവരാറുണ്ട്. അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ അത് പ്രധാനമായിട്ടും പഠന വൈകല്യങ്ങളുള്ളത് അത് ലാംഗ്വേജിനെയാണ് കൂടുതൽ ബാധിക്കുക. എന്നാലും അതല്ലാതെയും നമുക്ക് പഠനത്തിൽ വൈകല്യങ്ങൾ മറ്റു ഭാഷകളിലും അതുപോലെ തന്നെ മറ്റു വിഷയങ്ങളിൽ നമുക്ക് കുട്ടികൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാവാൻ കാരണമായി തീരും. ഇതിൽ പ്രധാനമായിട്ടും കണ്ടുവരുന്നത് ഡിസ്ലെക്സിയ, അതുപോലെ തന്നെ ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ പോലെയുള്ള പ്രധാനപ്പെട്ട പഠന വൈകല്യമാണിത്. ഇതിൽ ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് വായനയെ സംബന്ധിച്ച ചെറിയ പ്രശ്നങ്ങൾ, വായിക്കാനുള്ള ബുദ്ധിമുട്ട്, അക്ഷരങ്ങൾ കൂട്ടി വായിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഇതിൽ പെടുന്നു. പിന്നെ ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത് എഴുത്തിലും അതുപോലെ തന്നെ വരക്കാനൊക്കെയുള്ള കഴിവ് കുറയുക, അതുപോലെ തന്നെ അതിന് തടസ്സങ്ങളുണ്ടാവുക, പ്രശ്നങ്ങളുണ്ടാവുക. ഇതൊക്കെയാണ് ഡിസ്ഗ്രാഫിയക്കുള്ള പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. അതുപോലെ തന്നെ മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ട്, അതായത് കണക്കുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ കഴിയാത്ത തരത്തിലുള്ള അവസ്ഥയാണ് ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത്. ഇതല്ലാതെയും പല ലേണിംഗ് ഡിസോർഡേഴ്സ് അതുപോലെ തന്നെ ലേണിംഗ് ഡിസബിലിറ്റീസ് കുട്ടികളിൽ കണ്ടുവരാറുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം.
ഭാഷ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന് അനുയോജ്യമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. എന്നാലാണ് പെട്ടെന്ന് തന്നെ നമുക്ക് കുട്ടികൾക്ക് ഭാഷയെ നല്ല രീതിയിൽ കൈമാറ്റം ചെയ്യാൻ കഴിയുകയുള്ളൂ. അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. അത് ക്ലാസ്സിലായാലും വീട്ടിലായാലും ഒക്കെ നമ്മൾ കുട്ടികൾക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഭാഷയെക്കുറിച്ച് നല്ല ധാരണയുണ്ടാക്കി കൊടുക്കുക. അതുപോലെ ഭാഷയുടെ ഉപയോഗങ്ങൾ എവിടെയൊക്കെയാണ് എന്നുള്ളതും പിന്നെ അതിൻ്റെ ലെറ്റേഴ്സ് ആൽഫബറ്റുകൾ പരിചയപ്പെടുത്തി കൊടുക്കുക. അതുപോലെ എത്ര ലെറ്റേഴ്സ് ഉണ്ട്, നമ്മുടെ ഒരു ടാർഗറ്റ് എത്രയാണ്, എത്ര ലെറ്റേഴ്സ് നമ്മൾ പഠിക്കണം, ഇതൊക്കെയുള്ളതും. അതുപോലെ തന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിലുള്ള ടെക്സ്റ്റുകൾ, അതിൻ്റെ മെറ്റീരിയൽസുകൾ, ഫിലിംസ്, അതുപോലെ ജേർണൽസ്, ഇതൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കുക. അതുപോലെ അറബി ആണെങ്കിലും ഏതൊരു ഭാഷയാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. ഇത് കുട്ടിയെ ഇൻട്രസ്റ്റ് ഉണ്ടാക്കാൻ സഹായിക്കുന്നതാണ്. ഇനി നമുക്ക് പ്രധാനമായിട്ടും എങ്ങനെയാണ് പെട്ടെന്ന് ഭാഷ സ്വായത്തമാക്കുക എന്നുള്ളതും അതിനുള്ള പ്രധാനപ്പെട്ട കുറച്ച് ടെക്നിക്കുകളുമാണ് പറയാനുള്ളത്. അപ്പോൾ ടെക്നിക്കുകൾ കുറച്ച് കൂടുതലുള്ളത് കൊണ്ടും അത് വിശദീകരണം ആവശ്യമുള്ളത് കൊണ്ടും നമ്മൾ അടുത്തൊരു വീഡിയോയിലാണ് ഉദ്ദേശിക്കുന്നത്. കാരണം കൂടുതൽ ലെങ്തി ആവണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമുക്ക് ടെക്നിക്കുകളാണ് പരിചയപ്പെടുന്നത്. ഭാഷയെക്കുറിച്ചുള്ള ചെറിയ ഒരു വിവരണം മാത്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. പ്രധാനമായിട്ട് 4 സ്കിൽസ്, അതുപോലെ തന്നെ സംസാര ഭാഷയും എഴുത്ത് ഭാഷയും, പിന്നെ പ്രധാനപ്പെട്ട പഠന വൈകല്യങ്ങൾ, അത് 3 പറഞ്ഞിട്ടുള്ളത്. ഒരുപാടുണ്ട്. അതുപോലെ തന്നെ എഴുത്തും വായനയും പഠിക്കുന്ന കുട്ടികളെ എങ്ങനെയാണ് സജ്ജീകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് മാത്രമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് ടെക്നിക്കുകളെ പരിചയപ്പെടാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വിഷയമാണ് എന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടുന്നവരിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഇതുമായി ബന്ധപ്പെട്ടതും മറ്റു വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലഭ്യമാവും. നമ്മുടെ ചാനലിൽ വ്യത്യസ്ത വിഷയങ്ങളിലായിട്ട് ഒരുപാട് വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഉണ്ടെങ്കിൽ ഒന്ന് കാണുക. താങ്ക്സ് ഫോർ വാച്ചിങ്.